നമസ്കാരം. 17ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 2 വീഡിയോകളാണ് ചെയ്യുന്നത്. ഇന്നത്തെ 2ാമത്തെ വീഡിയോ ആണ്. പിന്നെ ഈ ക്ലാസ്സുകളിൽ സ്ലൈഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ് അല്പം ചെറുതാണ് എന്നുള്ളൊരു വായിക്കാൻ പറ്റുന്നില്ല എന്ന് ചിലർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോണ്ട് സൈസ് അല്പം കൂട്ടിയിരിക്കുന്നത്. അപ്പം അത് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാണ്: ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലേഴ്സ്, ടോട്ടൽ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻസ് ഫ്രം എ പോയിന്റ് ഇൻസൈഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ടു ദ സൈഡ്സ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഉള്ളിലൊരു പോയിന്റിൽ നിന്ന് 3 സൈഡിലേക്കും പെർപെൻഡിക്കുലർ വരച്ചിരിക്കുകയാണ്. ഈ 3 സൈഡുകളുടെയും ഈ പെർപെൻഡിക്കുലറിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ആൻ ഇന്നർ പോയിന്റ് ടു ദ സൈഡ്സ് ഈസ് 24. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇ സൈഡ്? ഈ ട്രയാങ്കിളിന്റെ സൈഡ് എത്രയാണെന്ന് ഇതൊരു തിയറവുമായിട്ട് നേർബന്ധമുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണത്. വിവിയാനീസ് തിയറം എന്ന പേരിൽ പ്രസിദ്ധമായൊരു തിയറമാണത്. തിയറത്തിൻ്റെ പ്രത്യേകത, ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: സം ഓഫ് ദി perpendicular distances from an inner point to the sides of an equilateral triangle is a constant and it is equal to height of the triangle. അപ്പോൾ ഈ പോയിന്റ് എവിടെയായാലും ആ 3 പോയിന്റിൽ നിന്നും സൈഡ്സിലേക്കുള്ള പെർപെൻഡിക്കുലറിന്റെ സം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിരിക്കും. ഇത് തെളിയിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതുപോലെ വരച്ചതിന് ശേഷം, ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചതിന് ശേഷം പോയിന്റ് അടയാളപ്പെടുത്തി 3 പെർപെൻഡിക്കുലർ അടയാളപ്പെടുത്തി 3ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ഈ 3 ട്രയാങ്കിളിൻ്റെയും ബേസുകൾ ഈക്വൽ ആണ്. എ തന്നെയാണ്. എ എന്നാണ് നമ്മൾ എടുക്കുന്നത് ഈക്വലായിട്ട്. ആ 3ന്റെ ഏരിയകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് √3a²/4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ½ BH ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് h എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 3 ഡിസ്റ്റൻസുകളും എക്സ്, വൈ, ഇസഡ് ആണെന്ന് കരുതുക. അപ്പോൾ ½ AX പ്ലസ് ½ BX പ്ലസ് ½ CX, ഇതാണല്ലോ ഇങ്ങനെ കാണുന്ന 3 ട്രയാങ്കിളുകളുടെയും സൈഡ് എ ആണ് എന്ന് കരുതുക. ½ AX പ്ലസ് ½ BX പ്ലസ് ½ CX ഇസ് ഈക്വൽ ടു ½ AH എന്ന് എടുത്താൽ മതി. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഫോർമുലയുടെ ആവശ്യമില്ല. ½ AH ക്യാൻസലേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടും. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് 24 ഈ ടോട്ടൽ ലെങ്ത്. അതിനർത്ഥം ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 24 ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 24 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് 24/√3 എന്ന് നമുക്കറിയാം. ഇത് 24 ആയതുകൊണ്ട് ഈ പകുതി ഡിസ്റ്റൻസ് 24/√3, കാരണം ഈ താഴെയുള്ള ഇത് √3 ടൈംസ് ആണല്ലോ 24, അതായത് 8√3 എന്ന് കിട്ടും. ഇത് 8√3 ആണെങ്കിൽ ടോട്ടൽ സൈഡ് ലെങ്ത് ഈസ് 16√3 എന്ന് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തുന്നത്. അത് പലതരത്തിലും ഈ തിയറവും ആ വിവിയാനീസ് തിയറത്തിൻ്റെ ആ പേരും
ഈ പ്രോപ്പർട്ടിയും ഒക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വേറെയും ഇത്തരം ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിന് ഉത്തരം എഴുതാൻ സാധിക്കും. അതാണ് ഇത്രയും വിശദമായിട്ട് ഇതിന് ഉത്തരം പറയാനുള്ള കാരണം. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഓപ്ഷൻ കൊടുക്കാൻ അവിടെ സ്പേസ് ഇല്ല. ആ സ്ലൈഡിൽ ഫോൺ സൈസ് കൂട്ടിയുമ്പോൾ ആ സ്ലൈഡിൽ സ്പേസ് കുറഞ്ഞു വരും. പക്ഷെ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുകയാണ്. അതായത് ആ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയാവുന്നത്? 10% ഇൻക്രീസ് ഫോളോഡ് ബൈ അനദർ 5% ഇൻക്രീസ് ഈസ് ഇക്വാലൻ ടു 50% ഇൻക്രീസ്. നമുക്കറിയാം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 5%, 10% വർധനവുണ്ടായിട്ട് അതിൻ്റെ ആ വർദ്ധിച്ചതിൻ്റെ 5% കൂടി വർദ്ധിച്ചു കഴിഞ്ഞാൽ ആകെ 15% അല്ല എന്ന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ബോധ്യമുള്ളതാണ്. ഓക്കെ, അടുത്തത് വെൻ റേഡിയസ് ഈസ് ഡബിൾഡ്, ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഡബിൾ ആകുമ്പോൾ റേഷ്യോ ഓഫ് ദി ഏരിയ ഓഫ് ദ സർക്കിൾ ടു ദ സർക്കംഫറൻസ്, അതായത് πr സ്ക്വയേർഡ് ബൈ 2πr എന്ന് പറയുന്ന റേഷ്യോ ദാറ്റ് ഈസ് r/2 എന്നാണ് വരുന്നത് അല്ലേ? r/2 ആണ്. അതായത് r ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോയി. റേഡിയസ് ഡബിൾ ആയാൽ ഈ റേഷ്യോയും ഡബിൾ ആകും എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. റേഡിയസ് 6 ആണ്, ആ റേഷ്യോ r/2 ആണ്. വെൻ റേഡിയസ് ഈസ് ഡബിൾ ദാറ്റ് റേഷ്യോ ഓൾസോ ഡബിൾഡ്, r/2 ആണത്. ഓക്കെ, ഏരിയയും റേഡിയസും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത്, ഇഫ് എ ഫ്രാക്ഷൻ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം 1, ഒന്നിൽ നിന്നൊരു ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു, ആൻഡ് റിസൾട്ടിംഗ് ഫ്രാക്ഷൻ ഈസ് എഗെയിൻ സബ്ട്രാക്റ്റഡ് ഫ്രം അവിടെ ഒരു വാക്ക് വിട്ടിട്ടുണ്ട്, സബ്ട്രാക്റ്റഡ് ഫ്രം 1 എന്നാണ് കേട്ടോ. സബ്ട്രാക്റ്റഡ് ഫ്രം 1 ഒരു മിസ്സിങ് ഉണ്ട് അവിടെ. സബ്ട്രാക്റ്റഡ് ഫ്രം 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ കിട്ടും. അത് ആൾജിബ്രിക്കലായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അത് 1 മൈനസ് എഫ്. എഫ് ഈസ് ദ ഫ്രാക്ഷൻ ആണെങ്കിൽ ഇഫ് എഫ് ഈസ് ദ ഫ്രാക്ഷൻ 1 മൈനസ് എഫ്, ദാറ്റ് ഈസ് എഫ്. അപ്പോൾ ഇതും ഒറിജിനൽ ഫ്രാക്ഷൻ എഫ് തന്നെയാണ് ശരി. അപ്പോൾ ബി, സി എന്നിവയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബിയും സിയും ആണ് കറക്റ്റ്. അപ്പോൾ എയും ബിയും ഉണ്ടാവും, ബിയും സിയും ഉണ്ടാവും, എയും സിയും അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരും. അപ്പോൾ ABC ഓൾ ആർ കറക്റ്റ് എന്നൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ബിയും സിയുമാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ബേസ് ഏരിയ ആൻഡ് ബേസ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ന്യൂമറിക്കലി ഈക്വൽ. 10ാം ക്ലാസ്സിലെ സോളിഡ്സ് ആയിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ചോദ്യമാണിത്. ബേസ് ഏരിയ ആൻഡ് ബേസ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ന്യൂമറിക്കലി ഈക്വൽ. മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു രണ്ടും 2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഏരിയയും പെരിമീറ്ററും, പക്ഷെ ദേ ആർ ന്യൂമറിക്കലി ഈക്വൽ. ആൻഡ് ഹൈറ്റ് ഈസ് ഹാഫ് ഓഫ് ദ ബേസ് എഡ്ജ്. വാട്ട് ഈസ് ഹിസ് ടോട്ടൽ സർഫസ് ഏരിയ? അപ്പോൾ ഇവിടെ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a, ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു 4, h is equal to the height is half the base 2. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ സ്ക്വയർ പിരമിഡിൻ്റെ കണ്ടോ ഹൈറ്റ് ഇത് 3 ചേർന്ന് ഒരു പൈതഗോറിയൻ ട്രയാങ്കിൾ, അതായത് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കും. ഇത് a/2, ഇതിപ്പോൾ ഇവിടെ 2 ആണ്. ബേസ് എഡ്ജ് 4 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 2√2 ആണ്. ഓക്കെ, 45, 90 ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ദാറ്റ് ഈസ് 4 സ്ക്വയേർഡ് പ്ലസ് 2 × 4 × 2√2. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വന്നു 16 + 16√2 എന്ന് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 10 times 10th term of an arithmetic sequence is 20 times 20th term. What is the 13th term?
ഇത് പ്രത്യേകിച്ച് കാൽക്കുലേഷനൊന്നും വേണ്ട. നമ്മൾ ഈ പ്രോബ്ലം അരിത്തമാറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യിക്കുമ്പോൾ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കാറുള്ളൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇഫ് എം ടൈംസ് mth ടേം ഈസ് ഈക്വൽ ടു n ടൈംസ് nth ടേം ദെൻ m പ്ലസ് nth ടേം വിൽ ബി 0. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് അത് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണത്, കൈകാര്യം ചെയ്യുന്നതാണ്. m ടൈംസ് mth ടേം ഈസ് ഈക്വൽ ടു n ടൈംസ് nth ടേം ദെൻ m പ്ലസ് nth ടേം ഈസ് 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30th ടേം 0യാണ്. ഇതിനൊരു കാൽക്കുലേഷൻ ലെവലിൽ പറയുകയാണെങ്കിൽ 10 ഇൻറ്റു f പ്ലസ് 9d ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു f പ്ലസ് 19d, ദാറ്റ് ഈസ് 10f പ്ലസ് 90d ഈസ് ഈക്വൽ ടു 20f പ്ലസ് 380d. ഓക്കെ, അങ്ങനെ ഇതൊന്നും കൂടി സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് കൊണ്ടോ ഇതിങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ മൈനസ് 10f ഈസ് ഈക്വൽ ടു 380d മൈനസ് 90d എന്നൊക്കെ വായിക്കാം. ഒരു സ്റ്റെപ്പ് കൂടി എഴുതി കഴിയാം. നമുക്കിവിടെ എഫ് ഇസിക്കൽ മൈനസ് 29d എന്നുള്ളൊരു ലെവലിലെത്തും. അത് അടുത്ത സ്റ്റെപ്പിൽ എഫ് പ്ലസ് 29d ഈക്വൽ ടു 0 എന്ന് വരും. എഫ് പ്ലസ് 29d ആണല്ലോ 30ാമത്തെ ടേം. അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, സമയം കളയുന്നില്ല അതിനുവേണ്ടി. അടുത്തത് ഈ തന്നിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്നതിൽ ഇത് ഇവിടെ ഈ കാണുന്ന ഈ കുത്ത് ഇത് സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. ഇൻ ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് ഇസഡ് മാർക്ക് ഇൻ ദ ഫിഗർ. ഉറപ്പാണ് ഇത് എക്സ് ആയതുകൊണ്ട്, ഇവിടുത്തെ ഈ ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഇത് x/2 ആണ്. x/2 ഇത് എക്സ് ആയതുകൊണ്ട് ഇതും x/2 ആണ്. ഇത് y ആയതുകൊണ്ട് ഇപ്പുറത്തതും y ആണ്, ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ ഒരു കോർഡിലാറ്ററൽ നമുക്കിതിങ്ങനെ കാണാനായിട്ട് സാധിക്കുകയും ഇങ്ങനൊരു കോർഡിലാറ്ററൽ കാണുമല്ലോ ഇതേ. അപ്പോൾ ഇവിടെ എക്സ് ആയതുകൊണ്ട് ഈ കോർഡിലാറ്ററിൻ്റെ ഉള്ളിലുള്ള ഇത് 180 മൈനസ് എക്സ്, ഇതും 180 മൈനസ് എക്സ്, ഇത് y. ഓക്കെ, ഇത് ഇസെറ്റ്. ഇത് 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 360 ആണ്. അതായത് y പ്ലസ് ഇസെഡ് പ്ലസ് 360 മൈനസ് 2x ഈസ് ഈക്വൽ ടു 360 എന്നായി. ഓക്കെ, 360 എന്ന് കിട്ടി. അപ്പോൾ y പ്ലസ് എക്സ്, ഇവിടെ ഇത് x/2 ആണല്ലോ. x/2 ഇത് x/2 ഇത് x/2 ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് വരും. 360 മൈനസ് എക്സ് 360 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ y പ്ലസ് ഇസഡ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു y പ്ലസ് ഇസഡ് എന്ന് നമുക്ക് കിട്ടും. ഇവിടെ കിട്ടും. 10ാം ക്ലാസ്സിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സാധാരണ. അടുത്തത് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് n odd numbers. Sum of the first n odd numbers is k. What is the sum of first n even numbers? Odd numbersൻ്റെ സം k ആണെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ഇതാണ് ഉത്തരം. അപ്പോൾ n² എന്ന് പറയുന്നതാണ് k. ഓക്കെ, നമുക്ക് വേണ്ടത് n ഇൻറ്റു n പ്ലസ് 1 ആണ് വേണ്ടത്. ദാറ്റ് ഈസ് n² പ്ലസ് n ആണ് വേണ്ടത്. ദാറ്റ് ഈസ് k പ്ലസ് വാട്ട് ഈസ് n? n ഈസ് റൂട്ട് k. ഓക്കെ, എൻ്റെ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 7ാമത്തെ ചോദ്യത്തിലേക്ക് സൈൻ എ പ്ലസ് സൈൻ ബി പ്ലസ് സൈൻ സി ഈസ് ഈക്വൽ ടു 3. വാട്ട് ഈസ് സൈൻ ക്യൂബ്ഡ് എ ഉണ്ട് കേട്ടോ. എ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. സൈൻ ക്യൂബ്ഡ് എ പ്ലസ് സൈൻ ക്യൂബ്ഡ് ബി പ്ലസ് സൈൻ ക്യൂബ്ഡ് സി എത്രയാണെന്നുള്ള ചോദ്യം. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്താൽ മതി. സൈൻ മെഷർ
മാക്സിമം സൈൻ മെഷർ ഓഫ് ആൻ ആംഗിൾ. ഒരു ആംഗിളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടിയ സൈൻ മെഷർ 1 ആണ്. അത് π/2 റേഡിയനിലാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ്. ദ മാക്സിമം measure of sine, maximum sine measure of an angle is 1. It corresponds to 90 degree or π/2 radian. ഇവിടെ ഈ 3 സൈനയും സൈൻ ബിയും സൈൻ സിയും കൂടി കൂട്ടിയ 3 കിട്ടിയേക്കുന്നത്. അപ്പോൾ സൈനിൻ്റെ വാല്യൂ ഒരിക്കലും 1 കൂടാൻ പാടില്ല. ഈ 3 ഏതെങ്കിലും ഒരെണ്ണം 1 കുറഞ്ഞു കഴിഞ്ഞാൽ ഇതോ ഏതെങ്കിലും ഒരെണ്ണം 1 കുറഞ്ഞാൽ മറ്റൊരെണ്ണം 1 കൂടിയേ പറ്റൂ. എന്നാൽ ഈ 3 അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അതിൻ്റെ അർത്ഥം സൈൻ എയും 1 ആണ്, സൈൻ ബിയും 1 ആണ്, സൈൻ സിയും 1 ആണ് എന്ന് പറയാം. അതായത് അവയുടെ ക്യൂബുകളുടെ സമ്മ് അപ്പോൾ 3 എന്ന് കിട്ടും. ഈ ചോദ്യം മറ്റൊരു തരത്തിലും കൂടി ചോദിക്കാം. വാട്ട് ഈസ് കോസ് എ പ്ലസ് കോസ് ബി പ്ലസ് കോസ് സി എന്നാണ് നമ്മുടെ മുൻപിൽ വരുന്നതെങ്കിൽ സൈനയും സൈൻ ബിയും സൈൻ സിയും 1 ആയാൽ കോസ് എയും കോസ് ബിയും കോസ് സിയും 0 അപ്പോൾ ഈ സം 0 ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഇതിനകത്ത് ഇവിടെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇല്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ ഡയമീറ്റർ ഓഫ് ദ സെമി സർക്കിൾ ഇൻ ദ ഫിഗർ. ഇവിടെ ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. റൂട്ട് 18 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 6 × 3 എന്ന് കണ്ടാൽ ഇത്രയും 3 ആയിട്ടും ഇത്രയും 6 ആയിട്ടും കാണാം നമുക്ക്. അപ്പോൾ PA × PB = PC² എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു റിലേഷൻ ഉണ്ടല്ലോ, സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ഭാഗത്ത് PABC PA × PB = PC². അതനുസരിച്ച് ഇത് 3 ഇത് 8 6 ആയി കഴിഞ്ഞാൽ റൂട്ട് 18 ഇനി ഈ നീളം 2 ഇത് 7 ആയി കഴിഞ്ഞാൽ റൂട്ട് 14 അപ്പോൾ ഏത് കേസ് എടുത്താലും ഇൻ ബോത്ത് വേസ് ദ ഡയമീറ്റർ ഈസ് 3 + 6 എന്ന് പറയുന്ന 9 7 + 2 എന്ന് പറയുന്ന 9 അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 9 ഡയമീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന റേഡിയസ് 4.5 ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. 9ാമത്തെ ചോദ്യം നോക്കൂ. P എന്ന 2 വെക്ടേഴ്സിൻ്റെ സം P ആണ്. നമ്പേഴ്സ് പോലെ അല്ലല്ലോ വെക്ടേഴ്സിൻ്റെ കാര്യം. വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ വെക്ടർ അഡീഷൻ പ്രിൻസിപ്പിളാണ് അവിടെ പ്രധാനപ്പെട്ടത്. ഒന്നെങ്കിൽ പാരലോഗ്രാം ലോ, അതിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനായ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിന് മാത്രമല്ല അവയ്ക്കിടയിലുള്ള ആംഗിളും പ്രധാനപ്പെട്ടതാണ്. P and P are 2 vectors acting at a point and have the sum P. And what is the angle between them? The angle between these vectors P and P is important. Let alpha is the angle between P and P. അപ്പോൾ നമുക്കറിയാം R² റിസൾട്ടൻറ്റ് സ്ക്വയർ സമ്മാണ് 6 = P² + Q² + 2PQ cos alpha. ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ഉപയോഗിച്ച് വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് കാണുന്ന ഒരു ഫോർമുല. ഇതനുസരിച്ച് ഇവിടെ P² = P² + 2PP cos alpha എന്ന് പറയാം. അതായത് P² = 2P² + 2P² cos alpha. അതായത് ഇങ്ങോട്ട് പോന്നാൽ -P² = 2P² cos alpha. Cos alpha = -of alpha = 120 degree. കോസ് -of ആകണമെങ്കിൽ ആൽഫ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ എല്ലാം പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ 90 + 30 എന്നുള്ള കൺസെപ്റ്റ് അനുസരിച്ച്
ആൽഫ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി, അത് റേഡിയനിലാണ് പേപ്പറിൽ തന്നിരിക്കുന്നതെങ്കിൽ ഈ 120 ഡിഗ്രി എന്നുള്ളത് റേഡിയനിലേക്ക് മാറ്റണം. ഓക്കെ, 2π റേഡിയൻ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ പൈ റേഡിയൻ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന്, ഇത് ഈ റിലേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കും. പൈ റേഡിയൻ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. 180 ഡിഗ്രി പൈ റേഡിയൻ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 180 റേഡിയൻ. 120 ഡിഗ്രി എന്ന് പറയുമ്പോഴേക്കും 120 ഇൻറ്റു പൈ ബൈ 180, ദാറ്റ് ഇസ് ഈക്വൽ ടു 2π/3 റേഡിയൻ. അത് സർക്കുലാർ മെഷർ എന്നുള്ള അർത്ഥത്തിലുള്ള സിമ്പിളാണിത്, റേഡിയൻ എന്ന് വായിക്കുന്നത്. ഇത്രയും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 4/37 എന്ന ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിൽ എഴുതിയാണ് ഈ കാണുന്നത്. ഇങ്ങനെ അങ്ങോട്ട് ഡെസിമൽ ഫോമിൽ എഴുതുന്നതാണ്. അപ്പോൾ A1 A2 A3 എന്നൊക്കെ പറയുന്ന ഓരോ ഡിജിറ്റുകളാണ്. 0. A1 is the first digit after decimal place. കണ്ടോ, ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ the digit comes as A2026. നമ്മൾ ഇയർ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ 2026 എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാനിവിടെ. A2026 അത്രയാണ്. ഇതൊന്നും മനസ്സിലാക്കണമെങ്കിൽ 4/37 ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 4/37 ഒന്ന് ഡെസിമൽ ഫോമിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 0.108 ഇങ്ങനെയാണ്. 3 എണ്ണം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നു, 108 റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് 2026 ഇവിടെയുള്ളത്. 2025 3യുടെ മൾട്ടിപ്പിളാണ്. 2025 2025 3യുടെ മൾട്ടിപ്പിളാണ്. 2026 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ട് അടുത്തതാണ്. അപ്പോൾ 108 ഒന്ന് ആലോചിച്ചാൽ മതി. ദ ആൻസർ 1 ഇതിൻ്റെ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്ദി.